നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സുനിൽ മാഷുടെ സംസാരം നിങ്ങൾക്ക് ശ്രവിക്കാം. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ഓർമ്മയെ മുൻനിർത്തിയാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. നാരായണേട്ടനെന്ന് നിങ്ങളെല്ലാവരും സ്നേഹപൂർവം സ്നേഹാദരങ്ങളോടെ വിളിച്ചു പോരുന്ന സഖാവത്രപ്പള്ളി നാരായണൻ്റെ സ്മരണയാണ് നമ്മളിവിടെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം. ഒരുപക്ഷെ അദ്ദേഹവുമായി വളരെ വിദൂരമായ 2-3 തവണകളിൽ കാണുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറം നിങ്ങൾക്കുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ നാടക സംബന്ധമോ സാംസ്കാരികമായ പ്രവർത്തനങ്ങളോടോ നേരിട്ട് ബന്ധമുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻനിർത്തി ഏതെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് അത്രയൊന്നും പ്രാപ്തിയുമില്ല. നിങ്ങളിവിടെ പങ്കുവച്ച ആശയങ്ങളും എന്നോട് സംഭാഷണ മധ്യേ സൂചിപ്പിച്ച കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലായും മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്നും ഞാൻ ആവർത്തിക്കാനായിട്ട് മുതിരുന്നില്ല. ഓർമ്മയെക്കുറിച്ച് നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും പ്രൗഢമായൊരു ആശയം വിശ്രുതനായ നോവലിസ്റ്റായിട്ടുള്ള മാർക്യൂസിൻ്റെതാണ്. ധാരാളം ഉദ്ധരിക്കപ്പെടുന്ന ഒരു വരിയാണ് മാർക്യൂസിൻ്റേത്. അദ്ദേഹം എഴുതുന്ന ഒരു വരി, വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ് ഈസ് നോട്ട് ഹൗ യു ലിവ് ബട്ട് ഹൗ യു റിമെമ്പർ ഇറ്റ്. വാട്ട് ഡു യു റിമെമ്പർ ഇറ്റ് ആൻഡ് ഹൗ യു റിമെമ്പർ ഇറ്റ്. വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ്, ജീവിതത്തിൽ പ്രധാനമായിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതല്ല, നിങ്ങളെങ്ങനെ ഓർമ്മിക്കുന്നു എന്നതാണ്. നിങ്ങൾ എന്തോർമ്മിക്കുന്നു എന്നതാണ്. നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ നിങ്ങളുടെ എല്ലാം ഓർമ്മയിൽ ഈ നാരായണേട്ടനുണ്ട്. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് നമുക്ക് ഇവിടെ ഒത്തുചേരാനൊരു അവസരമുള്ളത്. ഓർമ്മകളെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക, കൊണ്ടു നടക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2-3 തരത്തിൽ ഓർമ്മകളെ കൊണ്ടു നടക്കാമെന്ന് ഓർമ്മകളെക്കുറിച്ച് ഉള്ള ആലോചനകളുടെ സന്ദർഭത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓർമ്മയുടെ ഒരു സാമൂഹ്യ ശാസ്ത്രം എന്നൊക്കെ പറയാവുന്ന മട്ടിൽ അതിനെ പഠിച്ച ആളുകൾ വളരെ കൂടുതൽ സൂചിപ്പിക്കുന്ന ഒരു ആശയമാണത്. അതിലവർ പറയുന്നത് ഓർമ്മയെ നിങ്ങൾക്ക് 2-3 തരങ്ങളിൽ വേറിട്ട് കാണാം എന്നാണ്. അതിലൊന്നാമത്തേതിനെ അവർ വിശേഷിപ്പിക്കുന്നത് പേഴ്സണൽ മെമ്മറി എന്ന ഗണത്തിലാണ്. വ്യക്തിഗതമായ ഓർമ്മകൾ. ഇപ്പം നമുക്കൊക്കെ അത്തരത്തിൽ ധാരാളം ഓർമ്മകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർ നൽകിയ സ്നേഹവാത്സല്യങ്ങൾ, അവരിൽ നിന്ന് കിട്ടിയ വലിയ സന്തോഷങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപിടിച്ചതായി കാണുകയും ആണ്ടോടാണ്ടോ അല്ലെങ്കിൽ വർഷം തോറും മറ്റ് നിലകളിലോ ഒക്കെ ആ ഓർമ്മകളെ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അത് നമ്മുടെ വ്യക്തിഗതമായ ബന്ധങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഊറിക്കൂടി വരുന്ന ഓർമ്മകളാണ്. അതുകൊണ്ടാണ് അതിനെ പേഴ്സണൽ മെമ്മറി എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതൊരു ഗണം സ്ഥാപനപരമായ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന ഒന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി എന്നതേക്കുറിച്ച് പറഞ്ഞു കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കോ ഒരു വലിയ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിന് തന്നെയോ കാരണമായ ആളുകളുണ്ടാവാം. അവരെയെല്ലാം ആ രാഷ്ട്രമോ പ്രസ്ഥാനമോ സംഘടനകളോ ഒക്കെ പല രൂപത്തിൽ അനുസ്മരിക്കുന്നുമുണ്ടാകാം. അതിനെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു അനുസ്മരണ ദിനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയാണ് എന്ന് പറയാം. അങ്ങനെ ധാരാളം ഓർമ്മകൾ നമ്മളെല്ലാം തന്നെ ചെറുതും വലുതുമായ സംഘടനകളെ മുൻനിർത്തി കൊണ്ട് നടക്കും. ഈ 2 ഓർമ്മകൾക്കുമുള്ള സവിശേഷമായൊരു സ്വഭാവം, അവിടെ രണ്ടിടത്തും ഓർമ്മകൾ എന്നത് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പോയൊരു കാലം, ആ കാലം നൽകിയ ചില ബന്ധങ്ങൾ, അതേക്കുറിച്ചുള്ള നമ്മുടെ ഇക്കാലത്ത് നിന്നുകൊണ്ടുള്ള ഓർമ്മകൾ എന്ന് പറയാം.
എന്നാൽ മൂന്നാമതൊരു തരത്തിലുള്ള ഓർമ്മയെക്കുറിച്ച് ചില സാമൂഹ്യ ചിന്തകർ പരാമർശിക്കാറുണ്ട്. അത് ഭൂതകാലത്തിലുള്ള ഓർമ്മയല്ല. അതിനെ അവർ വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പേര് മെമ്മറി ഓഫ് പ്രാക്സിസ് എന്നാണ്. പ്രയോഗത്തിൻ്റെ സ്മരണ. അത് ഓർമ്മ എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ എന്നോ നടന്നുപോയ ചില കാര്യങ്ങളെക്കുറിച്ചോ പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ചില ആളുകളെക്കുറിച്ചോ സന്ദർഭങ്ങളെക്കുറിച്ചോ ഉള്ള ഓർമ്മയല്ല. മറിച്ച് ആ ഓർമ്മ ഭൂതകാലത്തിൽ നിന്ന് പുറപ്പെടുകയും വർത്തമാനകാലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരോർമ്മയായിട്ട് മാറുന്നു എന്ന് പറയാം. ഒരുപക്ഷെ ഞാനത് ഏറ്റവും ഒടുവിൽ കണ്ട ഒരു സന്ദർഭം, ഡൽഹിയിൽ കുട്ടികൾ സമരം ചെയ്യുന്ന സമയത്ത് പോലീസ് അവരെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ അതിനെ നിസ്സാരമായി നേരിടുന്നു. ഒരു മർദ്ദനവും അവരെ പരാജയപ്പെടുത്തുന്നില്ല, ഒരു മർദ്ദനത്തിനും അവരെ കീഴടക്കാൻ കഴിയുന്നില്ല. അവർ മർദ്ദനം ഏറ്റുവാങ്ങുകയും അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ ഓർത്തത് ഗാന്ധി ചെയ്തത് ഇതാണല്ലോ എന്നാണ്. ഗാന്ധി അങ്ങനെയാണ് ചെയ്തത്. ഗാന്ധിയെ മർദ്ദിച്ച് പരാജയപ്പെടുത്താനായിട്ട് കഴിയുമായിരുന്നില്ല. എത്ര മർദ്ദിച്ചാലും എത്ര പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും തൻ്റെ ബോധ്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. കഴിഞ്ഞ 20-ാം തീയതി ഡൽഹിയിൽ നടന്ന ലാത്തിച്ചാർജോടെ സമരപന്തൽ പൊളിച്ചു കളയുന്നതോടെ ആ സമരം അവസാനിക്കുമെന്നാണ് ഭരണകൂടം കരുതിയത്. പക്ഷേ അങ്ങനെ പൊളിഞ്ഞു പോകാവുന്ന ഒന്നല്ല തങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാർമ്മികമായ ബലം എന്ന് കുട്ടികൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ഒരുപക്ഷേ 100-190 വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് മുൻകാലങ്ങളിൽ നിന്ന് ഒരു ഓർമ്മ അവിടെ വരികയും അത് ഒരു പ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. ഇത് ഓർമ്മയുടെ സവിശേഷമായൊരു രീതിയാണ്. അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു സ്മൃതിയല്ല, വർത്തമാനത്തിലെ പ്രവൃത്തിയാണ്. ഇങ്ങനെ വർത്തമാനത്തിലെ പ്രവൃത്തിയായി ഒരോർമ്മയെ മാറ്റി തീർക്കാൻ, നമ്മുടെ കാലത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശേഷിയായി, ഊർജമായി ഭൂതകാലത്തെ മാറ്റി തീർക്കുക എന്നതാണ്, ഒരു സ്മരണയെ മാറ്റി തീർക്കുക എന്നതാണ് ഓർമ്മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആവിഷ്കാരം, മഹിമയുള്ള ആവിഷ്കാരം, അർത്ഥപൂർണമായ ആവിഷ്കാരം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിനർത്ഥം മറ്റതെല്ലാം മോശമാണെന്നല്ല, അതിനെന്തെങ്കിലും ഒരു തകരാറുണ്ട് എന്നുള്ളതല്ല. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തേത് രണ്ടും പോയ കാലത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ നിൽക്കുന്നതും നാം അവിടേക്ക് ചെന്ന് ഓർത്തെടുക്കുന്നതുമാണെങ്കിൽ, ഒടുവിൽ പറഞ്ഞത് പോയ കാലത്തിൻ്റെ സ്മരണയല്ല, നമ്മുടെ കാലത്തേക്ക് അവിടെ നിന്ന് വരികയും നമ്മുടെ കാലത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സ്തബ്ധമായ ഒന്നല്ല അവിടെ ഓർമ്മ, മറിച്ച് വളരെ ചലനാത്മകമാണ്, അവിടെ ഊർജ്ജസ്വലമാണ്. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു രക്തസാക്ഷിയുടെ ഓർമ്മ അങ്ങനെയാണ് എന്ന് പറയാം. രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്ന സമയത്ത് ടി.എസ്. എലിയറ്റ് പണ്ടൊരു കവിതയിൽ ജീവിതത്തിൻ്റെ 2 പ്രകാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ലൈഫ് ഇൻ ഡെത്ത് ആൻഡ് ഡെത്ത് ഇൻ ലൈഫ് എന്ന് പറയും. ലൈഫ് ഇൻ ഡെത്ത് എന്ന് പറയുന്നതും ഡെത്ത് ഇൻ ലൈഫ് എന്ന് പറയുന്നതും 2 കാര്യമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സാർത്ഥകമായ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളിങ്ങനെ ജീവിക്കുക മാത്രം ചെയ്യുന്നു എങ്കിൽ വാസ്തവത്തിൽ അതിനെ അദ്ദേഹം വിളിക്കുന്നത് ഡെത്ത് ഇൻ ലൈഫ് എന്നാണ്. നിങ്ങൾ ശാരീരികമായി ജീവിക്കുന്നുണ്ട്, ജീവശാസ്ത്രപരമായി ജീവിക്കുന്നുണ്ട്, അതിനപ്പുറം പക്ഷേ ആ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഡെത്ത് ഇൻ ലൈഫ് എന്ന് വിളിക്കുന്നത്. മറിച്ച് ലൈഫ് ഇൻ ഡെത്ത് എന്ന് പറയുന്നത്, ഒരുപക്ഷെ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഈ ലൈഫ് ഇൻ ഡെത്താണ്. ഗാന്ധി ജീവിക്കുന്നത് ലൈഫ് ഇൻ ഡെത്താണെന്ന് പറയാം. കാരണം അവിടെ മരണം എന്നത് ജീവിതത്തേക്കാൾ മൂല്യവത്തായ, ജീവിതത്തേക്കാൾ അർത്ഥപൂർണമായ, ഒരാൾ തൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള ധർമ്മങ്ങൾ, ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രാപ്തിയുള്ള ചില മരണങ്ങളാണ്. ഇപ്പോൾ ഗാന്ധി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 1-2 വർഷക്കാലം മുഴുവൻ ശ്രമിച്ചത് ഇന്ത്യയെ ഒരു വർഗീയ കലാപത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്, അതിൽ പെട്ടുപോയ ഇന്ത്യയെ വീണ്ടെടുക്കാനാണ്. പക്ഷേ അതിന് അദ്ദേഹത്തിന് ആ സമയത്ത് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വീണ്ടെടുക്കൽ ഇന്ത്യയിൽ നടന്നത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം കൊണ്ടാണ്, ഗാന്ധിയുടെ ജീവിതം കൊണ്ടല്ല. ഗാന്ധിയുടെ മരണമാണ് വാസ്തവത്തിൽ 1948 ഇന്ത്യ
ഒരു വലിയ കലാപത്തിലേക്ക് പോകുന്ന ആ വിളുമ്പിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചു പിടിച്ചത് എന്ന് കാണാം. അതിനുവേണ്ടി ഏതാണ്ട് ഒരു വർഷക്കാലം ഗാന്ധി ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ ശ്രമിച്ചെങ്കിലും അത് ഫലിച്ചത് ജീവിതം കൊണ്ടായിരുന്നില്ല, മരണം കൊണ്ടാണ്. അതിനെ സൂചിപ്പിക്കാനാണ് എലിയറ്റ് ഞാൻ ഈ പറഞ്ഞ ലൈഫ് ഇൻ ഡെത്ത് എന്ന് പറയുന്ന ഒരാശയം. ജീവിച്ചിടുന്നു മൃതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശാനെ ഓർത്ത് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം. എല്ലാ മരണങ്ങൾക്കും ഇങ്ങനെ അർത്ഥം ഉണ്ടാവണമെന്നല്ല, എല്ലാ മരണങ്ങളും ഇതുപോലെ ആയിത്തീരുക സാധ്യവുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആയിത്തീരുന്ന ചില മരണങ്ങൾ, അതേക്കുറിച്ചുള്ള ഓർമ്മയുടെ വ്യത്യസ്തമായ ഒരു പ്രകാരമാണ്, പ്രകൃതമാണ് എന്ന കാര്യം സൂചിപ്പിക്കാനാണ്. എന്നോടിവിടെ ഓർമ്മകളുടെ രാഷ്ട്രീയം എന്നൊരു പ്രമേയത്തെ മുൻനിർത്തി സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടുന്നതിൻ്റെ പിന്നിലെ പ്രേരണയിലും വാസ്തവത്തിൽ ഇങ്ങനെ പ്രവൃത്തിയായിത്തീരുന്ന ചില അംശങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് വൈകിട്ട് ഇവിടെ പാട്ടവാക്കി അരങ്ങേറുന്നു. നിങ്ങൾക്കറിയാം, പാട്ടവാക്കി ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പാണ് പൊന്നാനിയിൽ ആദ്യമായി കളിക്കുന്നത്. കേരളത്തിലെ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ പടവുകൾ കേരളീയ സമൂഹം വയ്ക്കുന്ന കാലത്താണ് പാട്ടവാക്കി എഴുതപ്പെടുന്നത്. അത് എഴുതുന്ന കാലത്ത് കേദാമോദരൻ നാടകൃത്തൊന്നുമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി തുടങ്ങി അദ്ദേഹം ബനാറസിലെ അന്നത്തെ വിശ്വ സർവകലാശാല, ബനാറസ് ഹിന്ദു സർവകലാശാലയായിട്ട് പിൽക്കാലത്ത് മാറിത്തീർന്ന കാശി വിശ്വവിദ്യാപീഠം എന്നറിയപ്പെട്ട ആ സ്ഥലത്ത് അദ്ദേഹം ചെല്ലുന്നു. അവിടെ നിന്ന് ദേശീയ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ അദ്ദേഹം പരിചയപ്പെട്ട പ്രധാനപ്പെട്ട 2 നേതാക്കൾ വഴി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുക്കുന്നു. ഓം പ്രകാശ് ശാസ്ത്രി എന്നും DR ഭരദ്വാജ് എന്നും പേരായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ 2 നേതാക്കളെ ദാമോദരൻ അവിടെ വെച്ച് പരിചയപ്പെടുകയും അവർ മുഖേന അദ്ദേഹം അവിടെ വെച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമെന്ന് വിളിക്കാവുന്നത് ദാമോദരനെയാണ്. ദാമോദരന് മുമ്പും ഒരാളുണ്ട് കേട്ടോ. തലശ്ശേരിയിൽ നിന്ന് ജർമ്മനിയിലെത്തി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി മാറിയ AC നമ്പ്യാർ എന്നു പേരായ ഒരാളുണ്ട്. അദ്ദേഹം പക്ഷേ ജർമ്മൻ പാർട്ടിയിലാണ്. അദ്ദേഹം പിന്നീട് ഫാസിസ്റ്റുകളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ആ നിലയിൽ ആലോചിച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയായിട്ടാണ് ദാമോദരൻ തിരിച്ചു വരുന്നത്. അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കിയില്ല എന്നാണ് തോന്നുന്നത്. തിരിച്ചു വന്ന അദ്ദേഹം കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ പൊന്നാനി കർഷക സംഘത്തിൻ്റെ താലൂക്ക് തല സമ്മേളനത്തിന് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ പര്യാപ്തമായ എന്തെങ്കിലും സാധനങ്ങൾ കൂടി വേണം, വെറും സമ്മേളനവും പ്രസംഗവും ആയാൽ പോരാ എന്ന ഒരു തോന്നലുണ്ടാകുന്ന സമയത്താണ് ഒരു നാടകമായാൽ നന്നാവും എന്നൊരാശയം EMS മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് കേരളത്തിൽ അങ്ങനെ സാമൂഹിക നാടകങ്ങളുടെ വലിയ പാരമ്പര്യമൊന്നുമില്ല. കേരളത്തിലുള്ളത് പൊതുവെ പറഞ്ഞാൽ സംഗീത നാടകങ്ങളുടെ പാരമ്പര്യമാണ്. തമിഴ് സംഗീത നാടകങ്ങളും അതിൻ്റെ ചുവട് പിടിച്ചെഴുതപ്പെടുന്ന മലയാളത്തിലെ ചില നാടകങ്ങളുമാണ് 1920കളിലും 30കളിലും ഒക്കെ കേരളത്തിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി 1-2 നാടകങ്ങൾ അതിനിടയിൽ വന്ന് 1928 VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതി. അതുപോലെ തന്നെ ഋതുമതി MRB എഴുതുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ നാടകങ്ങൾ, അതും നവോത്ഥാനത്തിലെ സമുദായ പരിഷ്കരണപരമായ ശ്രമങ്ങളോട് ബന്ധപ്പെട്ട 1-2 നാടകങ്ങൾ ഉണ്ടായി എന്നല്ലാതെ സാമൂഹിക നാടകങ്ങൾ എന്ന് പറയാനോ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് പറയാനോ യാതൊന്നും തന്നെ മലയാളത്തിൽ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് 1936 ഈ സമ്മേളനത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു നാടകമുണ്ടായാൽ നന്നാവും എന്ന് EMS പറയുകയും നാടകം എഴുതാനായിട്ട് K. ദാമോദരനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നാടകരചനയിൽ ഒരു മുൻപരിചയവും ഇല്ലെങ്കിലും അദ്ദേഹം നാടകം എഴുതി. ആ നാടകമാണ് പാട്ടവാക്കി എന്ന നാടകമായി നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ആ നാടകം എഴുതിയെന്ന് മാത്രമല്ല, മലയാളത്തിലെ എക്കാലത്തെയും മികവുറ്റ രാഷ്ട്രീയ നാടകങ്ങളിലൊന്നായി അത് മാറിത്തീരുകയും ചെയ്തു. മാക്സിം ഗോർക്കിയുടെ അടിത്തട്ടുകാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതിയോട് ചേർത്ത് വച്ചാണ് കേസരി ബാലകൃഷ്ണപിള്ള ആ നാടകത്തെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാമൂഹ്യ സന്ദർഭത്തെ ചലനാത്മകമാക്കാൻ പോന്ന മട്ടിൽ ഉണ്ടായി വന്ന ഒരു കലാപ്രവർത്തനം എന്നതിനേക്കാൾ സാമൂഹികമായൊരു ഇടപെടലിൻ്റെ ഉപാധി എന്ന നിലയിൽ രൂപപ്പെട്ട ഒന്നായിരുന്നു പാട്ടവാക്കി എന്ന നാടകം.
അതിൻ്റെ സ്മരണയാണ് 90 വർഷങ്ങൾക്ക് ശേഷം നാം ഇപ്പോൾ മടക്കിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പാട്ടബാക്കിയുടെ അവതരണമായാലും ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പുനരവതരണമായാലും ഇതിനൊക്കെ പിന്നിൽ മൗലികമായ ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പ്രവർത്തനങ്ങളെ, ഇവിടെ തിയേറ്റർ വില്ലേജിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാടകം പുനരവതരിപ്പിക്കുന്നത്. അന്നാണെങ്കിൽ കർഷക സംഘത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് പാട്ടബാക്കി എഴുതുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. ദാമോദരൻ അത് എഴുതിയിരുന്നു. ആ അന്നത്തെ പൊതുസമ്മേളനത്തിൽ കെ ദാമോദരൻ പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ റൂമിൽ ചെന്ന് സ്റ്റേജിൻ്റെ പിന്നിൽ ചെന്ന് മേക്കപ്പ് എല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം ആ നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തത്. അങ്ങനെ 3 തരത്തിലും ആ നാടകത്തിൽ പങ്കുചേർന്ന ഒരാളായിരുന്നു കെ ദാമോദരൻ. ഒരുപക്ഷെ ഇന്ന് ഓർക്കാവുന്ന ഒരാൾ കൂടിയാണ് കെ ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ ചരമത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിലൂടെ നമ്മൾ കുറച്ച് മുമ്പ് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 50-ാം വർഷമാണ്. 1976 ഡൽഹിയിൽ വെച്ച് കെ ദാമോദരൻ അന്തരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് അത്യസാധാരണമായ ധൈഷണിക രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരാളാണ് കെ ദാമോദരൻ. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധത്തിൽ അസാധാരണമായിരുന്നു. കേരളത്തിലെ ഒരുപാട് കാര്യങ്ങളുടെ തുടക്കക്കാരൻ അദ്ദേഹമാണ്. എന്തുകൊണ്ടോ അതൊന്നും വേണ്ട പോലെ ഓർമ്മിക്കപ്പെടാതെ പോയി എന്നതൊരു ദൗർഭാഗ്യമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ദാമോദരനാണ്. സമഷ്ടിവാദ വിജ്ഞാപനം എന്നാണ് അതിൻ്റെ പേര്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പേരിൽ അച്ചടിക്കാനായിട്ട് ഒരു പ്രസ്സുകാരനും തയ്യാറാവാത്ത വന്ന സന്ദർഭത്തിലാണ് തലക്കെട്ട് മാത്രം മാറ്റിയിട്ട് അദ്ദേഹം അത് സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ അച്ചടിച്ചത്. മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യം എഴുതിയത് സ്വദേശാഭിമാനിയാണ് 1912. അത് കണ്ടെടുത്ത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചതും ദാമോദരനാണ്. പാട്ടബാക്കി എഴുതിയത് ദാമോദരനാണ്. കേരളത്തിൽ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരള വിദ്യാർത്ഥി മുന്നണി എന്ന പേരിൽ 1930കളിൽ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് കെ ദാമോദരൻ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് കോഴിക്കോട് ഉണ്ടാവുമ്പോൾ അതിൽ അംഗങ്ങളായ 4 പേരിൽ ഒരാൾ ദാമോദരനാണ്. പി കൃഷ്ണപിള്ളയും EMS-ഉം അതുപോലെ NC ശേഖറുമാണ് മറ്റു 3 പേരായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം KPCCയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ എത്രയോ തലങ്ങളിൽ 1935 ലക്നൌവിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് യൂണിയൻ്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ അതിൽ പങ്കെടുത്ത മലയാളിയാണ് കെ ദാമോദരൻ. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം അക്കാലത്ത് അവിടെ ഉണ്ടതുകൊണ്ട് കൂടിയായിരിക്കണം. അങ്ങനെ എത്രയോ തലങ്ങളിൽ കേരളീയ ജീവിതത്തെ നവീകരിക്കുന്നതിൽ, ആധുനികമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാളാണ്. ഇത്രയും ബഹുവിധമായ ജീവിതം നയിച്ച മലയാളികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും. 1-2 മേഖലകളിൽ പ്രവർത്തിച്ച ആളുണ്ടാവും, ചിലപ്പോൾ 3-4 മേഖലകളിൽ പ്രവർത്തിച്ച ആളുകളുണ്ടാവും. തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കയറി പ്രവർത്തിക്കുകയും അവിടെയൊക്കെ തന്നെ വളരെ വളരെ നവീനമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഒരാളാണ് ഈ കെ ദാമോദരൻ എന്ന വലിയ ചിന്തകൻ. അദ്ദേഹം അതുല്യനായൊരു ചിന്തകനുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ ഭാരതീയ ചിന്ത എന്ന ഗ്രന്ഥത്തിൻ്റെ വഴി പിൽക്കാലത്ത് കേരളത്തിൽ വേണ്ട പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തപ്പെട്ടില്ല എന്നത് നമുക്കുണ്ടായ വലിയ ദൗർഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യയുടെ ചിന്താ പാരമ്പര്യത്തെ കേവലമായി ആരാധിക്കുകയോ കേവലമായി തള്ളിക്കളയുകയോ ചെയ്യുന്നതിന് പകരം ചരിത്രപരമായൊരു അടിസ്ഥാനത്തിൽ നോക്കിക്കാണാൻ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ശ്രമം ദാമോദരൻ്റെ ഭാരതീയ ചിന്ത എന്ന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ തോട്ട് എന്ന പേരിൽ ഇംഗ്ലീഷിൽ എഴുതിയ ഗ്രന്ഥമാണ് ആ വഴിയിലെ ഏറ്റവും വലിയ ശ്രമം. 1-2 പേര് വേറെയും ആ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ദേവിപ്രസാദ് ചതോപാധ്യായി ഉണ്ട്, രാഹുൽ സങ്കൃത്യായനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ DD കൊസാംബിയുടെ പിതാവ് ധർമാനന്ദ് കൊസാംബി ഒക്കെ അത്തരം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ദാമോദരൻ്റെ ഭാരതീയ ചിന്തയോളം വ്യാപ്തി അവരുടെ പരിശ്രമങ്ങൾക്കില്ല എന്നാണ് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നമുക്ക് തോന്നുക. പക്ഷേ നിർഭാഗ്യവശാൽ 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ ശ്രമത്തിന് മലയാളത്തിലോ ഇന്ത്യൻ ചിന്തയിൽ തന്നെയോ കാര്യമായ തുടർച്ചകളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ പൗരാണിക വിജ്ഞാനം എന്നത് ഒന്നുകിൽ അധ്യാത്മവാദികളുടെ
ആരാധനയുടെ വിഷയമായി തീർന്നു, അല്ലെങ്കിൽ ഭൗതികവാദികളുടെ നിരാകരണത്തിൻ്റെ വിഷയമായി തീർന്നു എന്നല്ലാതെ അതിനോട് അർത്ഥപൂർണമായി എൻഗേജ് ചെയ്യാനായിട്ടോ അങ്ങനെ ഇടപെട്ട് കേദാമോദരനൊക്കെ ചെയ്തതുപോലെ ഏതേത് ചരിത്ര സന്ദർഭങ്ങളിൽ ഏതേത് സാമൂഹ്യ ആവശ്യങ്ങളുടെ ഫലമായിട്ടാണ് ഉപനിഷത്തുകളോ വേദങ്ങളോ ഇതിഹാസ പുരാണങ്ങളോ ഒക്കെ ഉണ്ടായത് എന്ന് പരിശോധിക്കാനോ അതിലേതാണ് സാമൂഹികമായി സംഗതമായത് ഏതാണ് നിരാകരിക്കേണ്ടത് എന്ന വിവേചന ബുദ്ധി വളർത്തിയെടുക്കാനോ പൊതുവിൽ നമുക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് എന്തു പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്നത് ഈ വലിയ നിക്ഷേപങ്ങൾ, ഈ വലിയ വിജ്ഞാന പാരമ്പര്യങ്ങൾ ആകമാനം ഏതാണ്ട് മതവർഗീയതയുടെ ആശയസ്രോതസ്സുകളാണ് എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു വന്നത് പാട്ടവാക്കിയിലേക്ക് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും അന്ന് പാട്ടവാക്കിയിലേക്ക് പോകുമ്പോഴും വാസ്തവത്തിൽ സാമൂഹികമായ ഇടപെടലിൻ്റെ ഒരു ഉപാധി എന്ന നിലയിൽ, അതിനുള്ള ഒരു വഴി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന കേരളത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു പ്രവർത്തന രീതി നമുക്കവിടെ കാണാം. ഒരുപക്ഷെ ഇന്ന് പതുക്കെ പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കേരളത്തെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗ്രന്ഥാലയങ്ങളുള്ളത്. ഇന്ത്യയിൽ ആകമാനമുള്ള ഗ്രന്ഥാലയങ്ങളുടെ ഏതാണ്ട് നേർപകുതിയോളം പൊതുഗ്രന്ഥാലയങ്ങളിൽ നേർപകുതിയോളം കേരളത്തിലാണ്. കേരളത്തിൽ ഏത് പഞ്ചായത്ത് എടുത്താലും നിങ്ങൾക്ക് 2-3 ഗ്രന്ഥശാലകൾ അവിടെ കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഗ്രന്ഥാലയങ്ങൾ ഉണ്ടായത്? അത് ആളുകൾ പുസ്തകം വായിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും സന്നദ്ധരായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല. കേരളത്തിലെ സാക്ഷരതയുടെ വർധനവും മറ്റ് ഘടകങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒരു കാരണമാണ്. പക്ഷേ അതിനും അപ്പുറം നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വലിയ മുന്നേറ്റത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവയൊക്കെ അക്കാലത്തെ സമരമുഖങ്ങളായിരുന്നു എന്നതാണ്. ഇപ്പം പഴയ ഒരു 100 വർഷം പഴക്കമുള്ള ഏത് ഗ്രന്ഥശാല എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രകൾ കാണാൻ പറ്റും, കർഷക പ്രസ്ഥാനത്തിൻ്റെ മുദ്രകൾ കാണാൻ പറ്റും, സോഷ്യലിസ്റ്റ് ആശയാവലികളുടെ മുദ്രകൾ കാണാൻ പറ്റും. ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ഗാന്ധിയുടെയോ സുഭാഷ് ചന്ദ്രബോസിൻ്റെയോ ഒക്കെ പേരിലാണ് ഈ ഒരു നൂറ്റാണ്ടൊക്കെ പഴക്കമുള്ള മിക്കവാറും ഗ്രന്ഥാലയങ്ങളൊക്കെ നമ്മൾ കാണുക. അത് ഗ്രന്ഥശാലകൾ എന്ന പേരിലാണ് തുടങ്ങിയതെങ്കിലും വാസ്തവത്തിൽ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ഒരരങ്ങായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടത്. ചിലപ്പോൾ ദേശീയ പ്രസ്ഥാനം സംഘടിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ കർഷക സംഘത്തിൻ്റെ പ്രവർത്തന വേദി എന്ന നിലയിലായിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൊരു മറയായിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തെ തന്നെ വെറും വായനയുടെയും വിജ്ഞാന സമ്പാദനത്തിൻ്റെയും വേദി എന്നതിനപ്പുറം സാമൂഹികമായ ഇടപെടലിൻ്റെ ഉപകരണമാക്കി മാറ്റിയ വലിയൊരു പാരമ്പര്യമാണ് ഏതാണ്ട് 15,000-20,000 ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് കേരളത്തെ മാറ്റി തീർത്തത്. അത് ആ ഒരു പശ്ചാത്തലം കൂടി അതിനകത്തുണ്ട്. കേരളത്തിലെ നാടകവേദിയുടെ ചരിത്രത്തിൽ നമുക്കിത് കാണാൻ പറ്റും. എത്രയെങ്കിലും വേദികളിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിക്കുന്നു, പാട്ടവാക്കി കളിക്കുന്നു, കൂട്ടുകൃഷി കളിക്കുന്നു, ഇജ്ജല്ല മനുഷ്യനാകാൻ നോക്ക് കളിക്കുന്നു. ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് നാടകപ്രവർത്തനം എന്ന നിലയിൽ മാത്രമല്ല, അതിൽ പങ്കുചേരുന്ന കലാകാരന്മാരുടെ, കലാകാരികളുടെ കലാപ്രതിഭയുടെ പ്രകാശനം എന്ന നിലയിലും മാത്രമല്ല, അത് നിലനിൽക്കെ തന്നെ ഒരു സാമൂഹിക സന്ദർഭം, അതിനോട് ഇടപെടാനുള്ളൊരു ഉപാധി എന്ന നിലയിൽ നാടകത്തെ കാണുന്നു. ധാരാളം പേർ അഭിനയിക്കുന്നു, ചില സവിശേഷാശയങ്ങൾ നാടകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. നാടകത്തിന് വേണ്ടി ഒത്തുകൂടുന്ന മനുഷ്യർക്കിടയിൽ ഒരുപക്ഷെ അതുവരെ നിലനിന്നതിൽ നിന്ന് ഭിന്നമായ ഒരു കൂട്ടായ്മയുണ്ടായി വരുന്നു. വാസ്തവത്തിൽ മനുഷ്യർ ആധുനികരാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ അവരെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന കെട്ടുപൊട്ടിച്ച് ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ സവിശേഷമായ ക്രമങ്ങളുടെയോ ഒക്കെ കെട്ടുപൊട്ടിയിട്ട് മനുഷ്യർക്കിടയിൽ പുതിയ തരത്തിലുള്ളൊരു ഭാവനാബന്ധം വരുന്നു, ഒരുമിച്ച് നിൽക്കുന്ന പുതിയൊരു ക്രമം വരുന്നു. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇർഫാൻ ഹബീബ് പറയുന്ന ഒരു കാര്യമുണ്ട്. അക്കാലം വരെ മനുഷ്യർ സംഘടിച്ചിരുന്നത് പൊതുവെ പറഞ്ഞാൽ ഒരു പ്രദേശം, ഒരു ജാതി അല്ലെങ്കിൽ ഒരു തൊഴിൽ, ഇങ്ങനെയൊക്കെ മുൻനിർത്തിയാണ് സംഘടിച്ചിരുന്നത്. ഗാന്ധി 1917 ഒരു സമരം ആരംഭിക്കുന്നുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹം. ആ സമരത്തിൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കർഷകർക്കെല്ലാം വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറയുന്നില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നില്ല, മറ്റൊന്നും പറയുന്നില്ല. വളരെ ലളിതമായൊരു കാര്യം, കൃഷിക്കാർക്ക് അവരുടെ വിളവിന് ന്യായമായ വില കിട്ടണം എന്ന് പറയുന്നു. ഇർഫാൻ ഹബീബ് പറയുന്നത് ആദ്യമായിട്ടാണ്
മധ്യകാല നാടുവാഴുത്തത്തിൻ്റെയും ജാതിബന്ധങ്ങളുടെയും ഒന്നും കെട്ടില്ലാത്ത, അതിനെയൊക്കെ ഭേദിച്ച ഒരു പുതിയ സാമൂഹിക ശക്തി ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ പ്രവേശിക്കുന്നത് കർഷകർ എന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം അതുവരെ പ്രദേശം കൊണ്ടോ ജാതി കൊണ്ടോ മതം കൊണ്ടോ മറ്റ് പല ഘടകങ്ങൾ കൊണ്ടോ കൂട്ടിയിണക്കപ്പെട്ട മനുഷ്യർ ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് കർഷകരായി മാറുന്നു, വിദ്യാർത്ഥികളായി മാറുന്നു, തൊഴിലാളികളായി മാറുന്നു. അങ്ങനെ മനുഷ്യർ തങ്ങളെ പുതുക്കി പണിയുന്ന ഒരു സന്ദർഭം 1920കളിലും 30കളിലും രൂപപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൻ്റെ ഉപാധിയും അതിൻ്റെ ആവിഷ്കാര രീതിയും എന്ന നിലയിലാണ് പാട്ടവാക്കി എന്ന നാടകം ഉണ്ടായതും ആ നാടകം കളിക്കുന്ന ക്ലബ്ബുകൾ ഉണ്ടായതും അനവധിയായ സംഘടനകൾ അതേ ചൊല്ലി ഉയർന്നു വന്നതും. മിക്കവാറും നാട്ടിലെ ക്ലബ്ബുകളെ നിങ്ങൾ നോക്കിയാൽ, പഴയ ക്ലബ്ബുകൾ കേട്ടോ, ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പഴയ ക്ലബ്ബുകളെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാടകാവതരണത്തിന് വേണ്ടി ഒത്തുകൂടിയ മനുഷ്യർ അതിൻ്റെ പിന്നാലെ നിലനിർത്തിയതാണ് ആ നാടകസമിതി എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ നാടകസമിതിയിലെ ചരിത്രം തിരഞ്ഞു പോയാലും ഒരു പക്ഷേ അങ്ങനെ ഒരു നാടകാവതരണത്തിൻ്റെ ആദ്യ മുഹൂർത്തം ഉണ്ടാവും. ഒരു നാട്ടിൻപുറത്തെ 10-15 മനുഷ്യർ ചേർന്ന് ആ കാലത്തിൻ്റെ ചൈതന്യത്തെ മുമ്പോട്ട് തള്ളാൻ പറ്റുന്ന, മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഒരു നാടകാവതരണത്തിനോ അല്ലെങ്കിൽ കളിക്കുന്നൊരു നാടകത്തിന് അരങ്ങുണ്ടാക്കി കൊടുക്കാനോ ഒക്കെ ശ്രമിച്ചതിൻ്റെ ഫലമാണ് മിക്കവാറും കേരളത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും 1-2 നാടക സംഘങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഓർമ്മകളെന്ന് പറയുന്നത് ഇങ്ങനെ നാം നടത്തിയ സാമൂഹികമായ ഇടപെടലിൻ്റെ വലിയ ഫലങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം കൂടി വാസ്തവത്തിൽ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തിയേറ്റർ വില്ലേജ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രവർത്തിക്കുന്ന, അതൊരു കുറേ കൂടി ആധുനികമായ ഒരു സങ്കല്പമാണ് തിയേറ്റർ വില്ലേജ് എന്ന് പറയുന്നത്. ഒരു 100 കൊല്ലം മുമ്പ് അത് തുടങ്ങുന്നത് ഒരു പക്ഷേ ദേശീയ പ്രസ്ഥാന കാലത്തെ ഒരു സമരമുഖം, അതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു നാടകം എന്ന മട്ടിലായിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെ തലയ്ക്കൽ വേറൊന്നായിട്ടുണ്ടെങ്കിലും തുടങ്ങിയ സന്ദർഭത്തിൽ അതിനൊരു സവിശേഷമായ ദൗത്യം ഉണ്ടായിരുന്നു. ആ ദൗത്യം പല വഴികളിലൂടെ പിന്നിട്ട് നമ്മുടെ കാലത്തെത്തുന്നു. അങ്ങനെ എത്തുമ്പോഴും ഇതെവിടെ തുടങ്ങി എന്ന് നാം ഓർമ്മിക്കുന്നതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ പാട്ടവാക്കിയുടെ പുനരവതരണം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വലിയൊരു കൗതുകം തോന്നുന്നുണ്ടായി, ഒരു നിലയ്ക്ക് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ടായി. ഏതോ കാലത്ത് പിൻവാങ്ങിപ്പോയൊരു നാടകത്തെ നമ്മുടെ കാലത്തിൻ്റെ ആവശ്യങ്ങളിലേക്കും നമ്മുടെ കാലത്തിൻ്റെ അനുഭവത്തിലേക്കും കൊണ്ടുവരാനായിട്ട് നടത്തുന്ന ശ്രമം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂതകാല സ്മരണയല്ല, വർത്തമാനത്തിലെ പ്രവൃത്തിയായിട്ട് ഓർമ്മ മാറുന്നു എന്നതാണ് അതിലുള്ള വലിയൊരു കാര്യം. പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച നാരായണേട്ടൻ എന്ന് നിങ്ങൾ സ്നേഹാദരപൂർവ്വം വിളിക്കുന്ന അദ്ദേഹം ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലിന് വേണ്ടിയുള്ള നാനാതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്നതുകൂടി ഓർമ്മിക്കുന്ന സമയത്ത് നിങ്ങളിന്ന് ചെയ്യുന്ന ഈ കാര്യത്തിന്, ഇവിടെ ഈ പ്രദേശത്ത് കലയിലും സാമൂഹ്യ ജീവിതത്തിലും പങ്കുചേർന്ന് ജീവിച്ചവരെ ആദരിച്ചുകൊണ്ടും കേരളത്തിൻ്റെ ആധുനികമായ ഒരു ജീവിതബോധത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു കലാനിർമ്മിതിയെ, കലാവസ്തുവിനെ നമ്മുടെ കാലത്തേക്ക് മടക്കി കൊണ്ട് വന്നുകൊണ്ടും ഒരു നിലയിൽ നമ്മൾ എങ്ങനെ നമ്മളായി എന്ന ഓർമ്മയാണ് നമ്മളിവിടെ ഉയർത്താൻ ശ്രമിക്കുന്നത്. ഇന്ന് വാസ്തവത്തിൽ കേരളത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ നമ്മൾ എങ്ങനെയാണ് നമ്മളായത് എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. വാസ്തവത്തിൽ അത് പതിയെ പതിയെ മാഞ്ഞു പോവുകയാണ്. അകലേക്ക് അകലുകയാം, അവസാന യാത്ര പറയുകയാം എന്ന് കുറ്റിപ്പുറം പാലത്തിൽ എടശ്ശേരി ഒരു വരി എഴുതുന്നുണ്ട്. ഓർമ്മകളിങ്ങനെ അകന്നകന്നു പോകുന്നു, അത് കുറ്റം പറയാൻ പറ്റില്ല. അതിൽ പക്ഷേ ഉള്ളൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കേരളീയ ജീവിതത്തിൻ്റെ സാമൂഹികവും ഭൗതികവുമായ പരിസരം വളരെ സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്നതാണെന്നോ അല്ലെങ്കിൽ അനായാസം ഇവിടെ വികസിച്ചു വന്നതാണെന്നോ കരുതുന്ന ഒരു വലിയ തലമുറ ഇന്നുണ്ട്. വാസ്തവത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ജനിക്കുകയും ഇവിടെ ജീവിച്ചു വളരുകയും ചെയ്തവർക്ക് കേരളത്തിന് അതിനു മുമ്പുള്ളൊരു 50 കൊല്ലക്കാലത്ത് കേരളം എന്തായിരുന്നു എന്ന് മിക്കവാറും ഓർമ്മയുണ്ടാവില്ല, അവരന്വേഷിച്ചിട്ടും ഉണ്ടാവില്ല. 1956 ഞാൻ വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറയാം, അതിദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. 1956 കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ് കേരളം. അന്ന് അഖിലേന്ത്യാ തലത്തിൽ ദാരിദ്ര്യത്തിൻ്റെ തോത് 58% മറ്റാണ്. 158 പേരും ദരിദ്രരായി ജീവിക്കുന്ന ഒരു നിലയാണ് അന്ന് അഖിലേന്ത്യാ തലത്തിൽ ഉള്ളത്. കേരളത്തിൽ അതിനേക്കാൾ കൂടുതലാണ്, 62%. 162 പേരും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ഥിതിയാണ് ആ ഘട്ടത്തിലുള്ളത്.
അവിടെ നിന്ന് 2026 എത്തുമ്പോൾ ഏതാണ്ട് 70-75 വർഷം പിന്നിട്ട് നമ്മളിവിടെ എത്തുന്ന സമയത്ത് കേരളത്തിലെ ഇന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ തോത് 0.5% എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. 0.5%. നീതി ആയോഗിൻ്റെ കണക്കിൽ 0.5%. അഖിലേന്ത്യാ ശരാശരി ഇപ്പോഴും 12 കേട്ടോ. 12%. 58-ൽ നിന്ന് 12 അഖിലേന്ത്യാ തലത്തിലേക്ക് ഈ 70-75 വർഷം കൊണ്ട് കുറഞ്ഞു വന്നത്. നമ്മൾ 62-ൽ നിന്ന് നമ്മൾ 0.5%-ലേക്ക് എത്തി എന്നത് വെറുതെ സംഭവിച്ചതല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ IMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത്, അത് ആരോഗ്യപരിപാലനത്തിൻ്റെ, പ്രസവ ശുശ്രൂഷയുടെ, ആരോഗ്യ ലഭ്യതയുടെ, ചികിത്സാ ലഭ്യതയുടെ ഒക്കെ തോതാണ് ഏറ്റവും കൂടുതൽ IMR-ൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ IMR ഇപ്പോൾ 5. 1000 കുഞ്ഞുങ്ങളിൽ 5 പേരാണ് മരണപ്പെടുന്നത്. അഖിലേന്ത്യാ ശരാശരി 20-ന് മുകളിലാണ്. ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇപ്പോൾ ഏതാണ്ട് $3600 മറ്റോ ആണ്. $3600 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് വരിക. $3600 കേരളത്തിലെ പ്രതിശീർഷ വരുമാനം. അമേരിക്കയുടെ പ്രതിശീർഷ വരുമാനം ഏതാണ്ട് $89,000, $90,000 വരും. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഏതാണ്ട് 25 മടങ്ങ് പ്രതിശീർഷ വരുമാനമുണ്ട് അമേരിക്കയിൽ പെർ ക്യാപിറ്റ. അമേരിക്കയിലെ IMR എന്ന് പറയുന്നത് 5.6, കേരളത്തിൻ്റേത് 5. കേരളത്തിൻ്റേത് 5 ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഈ സമ്പത്തുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം വളരില്ല. ആ സമ്പത്തിനെ, അമേരിക്കയിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനമുണ്ട്. അവിടെ സാങ്കേതികവിദ്യ നമ്മളെക്കാൾ വളരെ വികസിച്ചതാണ്. വലിയ നൂതനമായ സാങ്കേതിക പരിചരണം കിട്ടുന്ന ആശുപത്രികളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും, നമ്മുടെ 30 ഇരട്ടി സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും, ലോകത്തെ ഒന്നാമത്തെ $35 ട്രില്യൺ മറ്റോ ആണ് അമേരിക്കയുടെ GDP എന്ന് പറയുന്നത്. അതിഭീമാകാരാണ്. ഇന്ത്യയുടേത് ഏതാണ്ട് 3.5 ട്രില്യണോ മറ്റോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ 10 മടങ്ങ് വലിപ്പമുള്ള സാമ്പത്തിക ജീവിതമാണ് അമേരിക്കയുടേത്, മനുഷ്യരുടേതും രാഷ്ട്രത്തിൻ്റേതും. എങ്കിലും അമേരിക്കയുടെ IMR നമ്മളെക്കാൾ കൂടുതലാണ് എന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5 കുഞ്ഞുങ്ങളെ മരിക്കുന്നുള്ളൂ എന്ന സ്ഥിതി കേരളത്തിൽ വന്നത്? അത് കേരളത്തിൻ്റെ ഓരോ ഗ്രാമത്തിലും വന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങളാണ്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ്, നമ്മുടെ സൗജന്യമായി ലഭിക്കുന്ന ചികിത്സയാണ്, നമ്മുടെ ആശുപത്രികളുടെ വളർച്ചയാണ്, ഗതാഗത സൗകര്യങ്ങളാണ്. ഏതാണ്ട് 100-ൽ 96-97 പ്രസവങ്ങളും നടക്കുന്നത് ആധുനികമായ വൈദ്യപരിചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നതാണ്. ഇതൊരു സമൂഹത്തിൻ്റെ സാമൂഹിക ബോധത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ഈ അമർത്യ സെൻ കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് കേരള മോഡൽ എന്നത്. ആ കേരള മോഡൽ എന്ന സങ്കല്പനത്തിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ, സമ്പത്ത് കുറവാണെങ്കിലും ആ സമ്പത്തിൻ്റെ വിതരണത്തിൽ സമൂഹം വളരെ ശക്തമായിട്ട് ഇടപെടുകയും സാമൂഹിക നീതി ഈ വിഭവ വിതരണത്തിൽ ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നതാണ് സോഷ്യൽ ഇൻ്റർവെൻഷൻ. അങ്ങനെ സോഷ്യൽ ഇൻ്റർവെൻഷനുള്ളൊരു പൊട്ടൻഷ്യൽ ഒരു സമൂഹത്തിന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് സമൂഹത്തിൽ മാനവശേഷി വികസിക്കുക. സമ്പത്ത് വികസിക്കുന്നതനുസരിച്ച് മാനവശേഷി വികസിക്കണമെന്നില്ല. അതുകൊണ്ടാണ് സമ്പത്തിൽ നമ്മളെക്കാൾ 30 മടങ്ങ് വലിപ്പമുണ്ടെങ്കിലും IMR-ൽ നമ്മളെക്കാളോ താഴെയോ നമ്മളെക്കാൾ കുറഞ്ഞ അളവിലോ ആയി അമേരിക്കയുടെ സ്ഥിതി നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് പൊടുന്നിനെ ഉണ്ടായതല്ല, വലിയ സമരങ്ങളിലൂടെ, വലിയ പരിശ്രമങ്ങളിലൂടെ ഉണ്ടായതാണ്. ആ പരിശ്രമങ്ങളിലൊന്നാണ് എല്ലാ ഗ്രാമാന്തരങ്ങളിലും നാടകം കളിച്ചത്. ആ പരിശ്രമങ്ങളിലൊന്നാണ് എല്ലാ ഗ്രാമാന്തരങ്ങളിലും വായനശാല ഉണ്ടായത്, അവിടെ കർഷകർ സംഘടിച്ചത്, തൊഴിലാളികൾ സംഘടിച്ചത്, ദേശീയ പ്രസ്ഥാനം ഉണ്ടായത്, നല്ല കൂലി വേണം എന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയത്. കേരളത്തിലെ മധ്യവർഗ നല്ല കൂലി എന്ന് പറയുന്നതിന് നെഗറ്റീവായി കാണുന്നവരാ. അവരവർക്ക് നല്ല കൂലി വേണമെന്ന് എല്ലാവർക്കും ഡിമാൻഡുണ്ട്, അവരവരുടെ ശമ്പളം വർദ്ധിക്കണമെന്ന് എല്ലാവർക്കും ഡിമാൻഡുണ്ട്. പക്ഷേ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്ക് 1000 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അസ്വാസ്ഥ്യം വരും. മലയാളിയുടെ വലിയ വഞ്ചനയുടെ അടയാളങ്ങളിലൊന്നാണ് കേട്ടോ അത്. കേരളത്തിലെ ആളുകൾ ഏറ്റവും കുറഞ്ഞ് ഈ വിസമ്മതം കാണിക്കുന്ന ഒന്ന് ഈ ദൈനംദിന ജോലിക്കായി വീട്ടിൽ വരുന്ന ആളുകൾക്ക് കൂലി കൊടുക്കാനാണ്. അത് കനത്ത കൂലിയാണ് എന്ന് പറയുകയും എന്നാൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുകയും ചെയ്യുന്നവരാണ് കേരളീയർ. വാസ്തവത്തിൽ ആ വലിയ കൂലി എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ
പുറത്തു നിന്ന് ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ആ തൊഴിലാളികളില്ലെങ്കിൽ കേരളത്തിൽ അടിസ്ഥാന ജോലികൾ നിർവഹിക്കാൻ ആളില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം ഇന്ന് മാറിക്കഴിഞ്ഞു. 35-40 ലക്ഷം ആളുകൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇതെന്തോ കുറ്റകൃത്യമാണെന്നുള്ള മട്ടിൽ കാണാനും പാടില്ല കേട്ടോ. നമ്മൾ പുറത്ത് പല സ്ഥലത്ത് പോയി പണിയെടുക്കുന്നുണ്ട്, അവിടെ നിന്ന് അയച്ചു കിട്ടുന്ന കാശ് കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം കോടി രൂപയിലധികം ഒരു വർഷം കേരളത്തിലേക്ക് പല നിലകളിൽ വരുന്നുണ്ട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ വാസ്തവത്തിൽ ഈ വരുന്ന പണമാണ്. തിരിച്ച് നമ്മളിൽ നിന്നും കുറച്ച് പണമൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറം അതിൻ്റെ വിതരണത്തിലൊരു സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് പറ്റുന്നു. ഏറ്റവും ദരിദ്രനായ മനുഷ്യനും മനുഷ്യാന്തസ്സുണ്ടെന്നും മനുഷ്യാവകാശമുണ്ടെന്നും കരുതുന്ന മട്ടിൽ അതിനുപയുക്തമായ കൂലി കിട്ടണം എന്ന് കരുതുന്ന മട്ടിലുള്ള സാമൂഹിക ഇടപെടലുകളുടെ ഒരു വലിയ പശ്ചാത്തലം വാസ്തവത്തിൽ നമുക്കുണ്ട്. ആ പശ്ചാത്തലം വെറും സമരങ്ങൾ മാത്രമല്ല, കൂലിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ മാത്രമല്ല. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ഒരു നാടക പ്രവർത്തനം അതായിരുന്നു, ഒരു ഗ്രന്ഥശാല പ്രവർത്തനം അതായിരുന്നു, ഒരു വായനശാല രൂപീകരിച്ച് അവിടെ ആളുകൾ ഒത്തുകൂടി ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതായിരുന്നു. ഏറ്റവും അവസാനത്തെ മനുഷ്യനും തൻ്റെ നാടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന മട്ടിൽ ഉള്ള ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെട്ടു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ രൂപപ്പെട്ടതാണ് എന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ നിന്ന് പതിയെ പതിയെ മാഞ്ഞു പോവുകയും ഒരുപക്ഷെ ഇതെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ള വ്യാജമായ ഒരു ധാരണ വലിയ തോതിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയിലൊക്കെ കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ ഭീമാകാരമായ വളർച്ച, ഞാനതൊരു കുറ്റമായിട്ടൊന്നും പറയല്ല, കേരളം നേടിയ സാമൂഹ്യ വികാസമാണ് കേരളത്തിലെ മധ്യവർഗത്തെ രൂപപ്പെടുത്തിയത്. ഇപ്പോൾ കേരള ജനസംഖ്യയിൽ ഏതാണ്ട് ഒരു 60% മിഡിൽ ക്ലാസ്സാണ്, ഒരു 5-10% അപ്പർ ക്ലാസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ കേരളീയ ജനസംഖ്യയിൽ ഒരു 60-70% വരും. അതിന് താഴെയാണ് കീഴ്ത്തട്ടുകാരും പരമദരിദ്രരും എന്നൊക്കെ വിളിക്കാവുന്ന അതിദാരിദ്ര്യം എന്നത് ഏതാണ്ട് ഒഴിവാക്കപ്പെട്ടെങ്കിലും ദാരിദ്ര്യം നമുക്കിടയിലുണ്ട്. ഈ മധ്യവർഗ ജീവിത പരിസരം എന്ന് പറയുന്നത് വലിയ സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഉണ്ടായി വന്നതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായി വന്ന ആ സാമൂഹ്യ പരിസരത്ത് ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഇതെങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇന്ന് വലിയ ഓർമ്മകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഓർമ്മകളുടെ രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ടി വി ചന്ദ്രൻ തൻ്റെ സിനിമയ്ക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പേരിട്ടതും. അത് വെറുതെ വന്നതല്ല. വലിയ സമരങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യാവകാശം ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നവോത്ഥാനം ഒരു നിലയ്ക്ക് ശ്രമിക്കുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം ഒരു നിലയ്ക്ക് ശ്രമിക്കുന്നുണ്ട്, കർഷക സംഘങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നുളവാക്കിയ വലിയൊരു സമ്മർദ്ദമാണ് ഞാനീ പറയുന്ന കേരളം എന്ന് പറയുന്ന സവിശേഷമായൊരു ജീവിത വ്യവസ്ഥയെ, ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയത്. അതിൻ്റെ ഓർമ്മ, അങ്ങനെ ഉണ്ടായതാണെന്നുള്ള ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് മങ്ങിത്തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയാനായിട്ട് ശ്രമിച്ചത്. ഈ ഓർമ്മയില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ കടമ്മനിട്ടയുടെ പഴയ വരി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന കാര്യം മറന്നുപോയാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും. ഇപ്പോൾ കേരളീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ലോകത്തെ ഏറ്റവും നന്നായി ഒരുപക്ഷെ ആദ്യമായി ഒരു സർവമത സമ്മേളനം നടന്നത് കേരളത്തിലാണ്. 1924 ആലുവയിൽ നടന്നു, അദ്വൈതാശ്രമത്തിൽ. നാരായണ ഗുരുവാണ് ആ സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിനു മുമ്പ് ലോകത്തൊരു സർവമത സമ്മേളനം എന്ന് പറഞ്ഞുകൂടാ, പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയൻസ് എന്ന പേരിലൊരു സമ്മേളനം ചിക്കാഗോയിൽ നടക്കുന്നുണ്ട്. 1893 അത് നടക്കുന്നത്. വിവേകാനന്ദൻ അവിടെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന് അതിൽ നിന്ന് മൗലികമായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചിക്കാഗോയിലെ സമ്മേളനത്തിൽ പല മതസ്ഥർ വരുന്നു, ഓരോ മതത്തിൻ്റെയും പ്രതിനിധികൾ അവരവരുടെ മതത്തിൻ്റെ മികവിനെക്കുറിച്ച് സംസാരിക്കുന്നു, ആളുകൾ അത് കേൾക്കുന്നു, പലരും കൈയടിക്കുന്നു, പിരിഞ്ഞു പോകുന്നു എന്ന നിലയിലാണ്. കേരളത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ മൗലികമായൊരു വ്യത്യാസം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മേന്മയും മറ്റൊരു മതത്തിൻ്റെ പോരായ്മയും സ്ഥാപിക്കുന്ന വിധത്തിൽ അവിടെ യാതൊരു പ്രസംഗവും നടന്നില്ല എന്നതാണ്. ആ സമ്മേളനത്തിൻ്റെ മൗലികമായൊരു സ്വഭാവം എല്ലാ മതങ്ങളും ആത്യന്തികമായി ഒരേ ധർമ്മത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന ഒരാശയമാണ് അവിടെ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. നാരായണഗുരു ആത്മോപദേശതകത്തിൽ അത് പറയുന്നുണ്ട്, പല മതസാരവും ഏകം എന്ന്.
ആ പലമത സാരവുമേകം എന്ന തത്വത്തെ സാക്ഷാത്കരിക്കാൻ പോന്ന മട്ടിൽ ആണ് അവിടെ പ്രഭാഷണങ്ങളൊക്കെ നടന്നത്. അവിടെ രസമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ആ സമ്മേളനത്തിൽ ആര്യസമാജത്തിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിൽ നിന്നോ മറ്റോ ഉത്തരേന്ത്യയിൽ നിന്നോ മറ്റോ ഒരു സന്യാസി വരുന്നുണ്ട്. അപ്പോൾ ആ സന്യാസി ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അദ്ദേഹം പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ക്രിസ്തു മതത്തിനെതിരെ വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പ്രസംഗമായതുകൊണ്ട് ഇത് പരിഭാഷപ്പെടുത്തണം. ആദ്യം പരിഭാഷപ്പെടുത്തിയിരുന്നത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വമൊക്കെ കൊടുത്ത അന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ്. ഇന്നത്തേതല്ല, ആ കാലത്തെ മറ്റൊരു പത്രമാണ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിരുന്നു. കുറച്ചു നേരം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ട് മാധവൻ പരിഭാഷ നിർത്തി. കാരണം ഈ മറ്റു മതത്തെ ദുഷിച്ച് പറയുന്നത് പരിഭാഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഭാഷ നിർത്തി. രണ്ടാമത് ആ പരിഭാഷ ഏറ്റെടുത്ത് ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അയ്യപ്പൻ മാഷും കുറച്ച് കഴിഞ്ഞപ്പോൾ പരിഭാഷ നിർത്തി. ഇദ്ദേഹം ഈ അധിക്ഷേപാർഹമായി സംസാരിക്കുന്നത് കൊണ്ട് മൂന്നാമത് അത് പരിഭാഷ പൂർത്തിയാക്കിയത് മഞ്ചേരി കൃഷ്ണയ്യർ എന്ന് പറയുന്ന ബുദ്ധമതത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആ സമ്മേളനത്തിലെത്തിയ ഒരാളാണ് പരിഭാഷ പൂർത്തിയാക്കിയത്. പക്ഷെ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യസമാജത്തിൻ്റെ പ്രതിനിധിയായ സന്യാസി ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, മഞ്ചേരി കൃഷ്ണയ്യർ തനിക്ക് തോന്നിയ പോലെ അത് പരിഭാഷപ്പെടുത്തും. അല്ലാതെ ഇയാൾ പറഞ്ഞതൊന്നുമല്ല ഇയാൾ പറയുക. കാരണം അതിന് കൃഷ്ണഗിരി പറഞ്ഞൊരു വിശദീകരണം എന്താ വെച്ചാൽ, നാരായണഗുരു ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മതത്തെ നിന്ദിച്ച് പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വലിയൊരു ട്രഡീഷനായിരുന്നു. ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കണം, മറ്റൊരു മതത്തെ നിന്ദിച്ച് പറഞ്ഞുകൂടാ എന്ന് വിശ്വസിക്കുന്ന എത്ര മതവിശ്വാസികൾ കേരളത്തിൽ ബാക്കിയുണ്ട്. അതാണ് ഞാൻ ഓർമ്മകളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ മതബോധം എന്നത് തന്നെ അടിസ്ഥാനപരമായി അന്യമതങ്ങളെ ദുഷിക്കാനുള്ളതാണ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് അങ്ങനെയായി എന്ന് പറയല്ല, പക്ഷേ വേണ്ടത്ര ഉണ്ട്. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കിയാൽ അറിയാമല്ലോ, അന്യമതങ്ങളുടെ എന്താ പറയുക ദോഷങ്ങൾ ഇങ്ങനെ വിവരിച്ച് അവനവൻ്റെ മതത്തിൽ എന്താ പറയുക ആറ്റം ബോംബ് മുതൽ സർവ്വതും ഉണ്ട് എന്ന് പറയുന്ന പമ്പര വിഡ്ഢിത്തങ്ങൾ നമ്മുടെ മതബോധമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാസ്തവത്തിൽ ഇത് വെറുതെ ഉണ്ടായതല്ല, വലിയ പരിശ്രമങ്ങളിലൂടെ ഉണ്ടായി വന്നതാണ്. ആ പരിശ്രമങ്ങളെ ഓർക്കണം. നമ്മളെങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തിച്ചേർന്നത് എന്നോർക്കണം. ഒരു ദരിദ്ര സംസ്ഥാനമായിരുന്നിടത്ത് നിന്ന് ആധുനികമായ ജീവിത സൗകര്യങ്ങൾ, പശ്ചാത്തല സംവിധാനങ്ങൾ, മാനവിക ബോധം, മനുഷ്യാന്തസ് ഒക്കെയുള്ള, അപ്പോൾ തന്നെ അതിൻ്റെ ധാരാളം പരാധീനതകളുമുള്ള, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു സുന്ദര ലോകമാണ് കേരളം എന്നൊന്നും ധരിക്കേണ്ട കാര്യമില്ല. വലിയ പോരായ്മകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതബോധം എന്നത് അന്യമത വിദ്വേഷമായി, ജാതി എന്നത് ജാതി ഭ്രാന്തായി, ആചാരം എന്നത് ആചാരഭ്രാന്തായി, ഉപഭോഗം പെരുകി, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് മറുപുറത്തും കാണാൻ പറ്റും. അതൊക്കെ നിലനിൽക്കുമ്പോഴും താരതമ്യേന മെച്ചപ്പെട്ട ജീവിത പരിസരമുള്ള ഒന്നായി കേരളം തുടരുന്നുണ്ട്. ആ തുടർച്ചയെ വാസ്തവത്തിൽ നമ്മൾ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ കൂടുതൽ നാം ഇതെങ്ങനെ രൂപപ്പെട്ടു എന്നും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ജാഗ്രതയോടെ ഓർമ്മിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ കേരളം ഒരു വിഭാഗീയ സമൂഹമായി പതുക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ പല രൂപത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആ വിഭാഗീയതയ്ക്ക് എതിരെ 19-ാം നൂറ്റാണ്ട് അവസാനം കേരളത്തിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമുണ്ട്, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നത്. അത് വെറുതെ ഉണ്ടായി വന്നതല്ല. കേരളത്തിൽ പല മതക്കാരുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിൽ ആ പല മതക്കാർ അന്യോന്യം ചേർന്നാണ് ജീവിക്കുന്നതെന്നറിയാം. അതിനെ മറികടക്കാനോ അതിനെ തകർക്കാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് മറികടന്നത് എന്ന് ഓർത്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ശീലിച്ചത് എന്നോർത്തുകൊണ്ട് ആ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് വാസ്തവത്തിൽ നാം ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രവൃത്തിയായിത്തീരുന്ന ഓർമ്മ എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാതെ ഇത് ഭൂതകാലം കേമത്വം നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ് പഴയ തറവാടിത്തം പറയാനല്ല. എടശ്ശേരി പറഞ്ഞതാണ് തറവാടിത്തത്തെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല കാര്യം, ഈ തറവാടിത്ത ഘോഷണത്തേക്കാൾ വൃത്തികെട്ടതായി മറ്റൊന്നുമില്ല ഊഴിയിൽ. അതുകൊണ്ട് പഴയ പ്രതാപത്തിൻ്റെ കഥയല്ല, ആ കഥയിൽ നിന്ന് നമ്മുടെ കാലത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നതിനുള്ള ഒരു പ്രേരണയെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് വാസ്തവത്തിൽ എല്ലാ ഓർമ്മകളെയും അർത്ഥപൂർണമാക്കുന്നത്. അത്തരമൊരു ഓർമ്മ നിശ്ചയമായും ഇന്നിവിടെ ഒത്തുകൂടിയവർക്കിടയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നിവിടെ കളിക്കാനിരിക്കുന്ന നാടകത്തിലും ഇന്നിവിടെ ആ മനുഷ്യരെ പലതരത്തിൽ നമ്മുടെ നാടിൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കാൻ, അർത്ഥപൂർണമാക്കാൻ, കാമ്പുള്ളതാക്കി തീർക്കാൻ പരിശ്രമിച്ച മനുഷ്യരെ ആദരിക്കുന്ന പ്രവൃത്തിയിലും ഒക്കെ തന്നെ
നാരായണേട്ടൻ എന്ന് നിങ്ങൾ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന ഒരു മനുഷ്യൻ്റെ മൗലികമായ ഒരു ശേഷി നിങ്ങളുടെയൊക്കെ സംഭാഷണത്തിൽ വന്നു. അദ്ദേഹം നമ്മളെ ചലിപ്പിച്ചിരുന്ന ഒരാളാണ് എന്നതാണ്. അദ്ദേഹം ഊർജം പകർന്നിരുന്ന ഒരാളാണ്. ഏത് പ്രതിസന്ധിയെയും മുഖാമുഖം നോക്കാം എന്ന ധൈര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. സി വി രാമപിള്ള പണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, എന്തിനോടും ഒരു പെരുങ്കൈ നോക്കാൻ ഒരുങ്ങി പുറപ്പെട്ട മനുഷ്യർ എന്ന് പറയും. എന്തിനോടും, അത് ഈശ്വരനായാലും പ്രപഞ്ചശക്തി ആയാലും രാജാവായാലും പ്രകൃതി ആയാലും എന്തിനോടും ഒരു പെരുങ്കൈ നോക്കാൻ പുറപ്പെട്ട, ഒന്നിൻ്റെ മുമ്പിലും തലകുനിക്കണമെന്ന് തോന്നിയിട്ടില്ലാത്ത ഒരു കാലത്തിൻ്റെ വളരെ ബലം നിറഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മരണയിലുണ്ടാവും. നിശ്ചയമായും ആ ഓർമ്മകളും ആ പ്രവൃത്തിയും നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കൂടുതൽ അർത്ഥപൂർണമായി വരുംകാലങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.